ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അരുണിൻ്റെയും അശ്വതിയുടെയും വിവാഹ വാർഷികമാണ് നാളെ. ഇതുകൊണ്ട് തന്നെ അരുണിന് ഒരു ചെറിയ സമ്മാനം കൊടുക്കാൻ അശ്വതി ആഗ്രഹിക്കുന്നു. ശ്യാമയെ കൂട്ടിനെ വിളിച്ചിരിക്കുകയാണ് അശ്വതി. രണ്ടുപേരും കൂടി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോകുന്നു. ഇതേ സമയം ശ്യാമയെ കൊടുക്കാനായിട്ട് രണ്ടുപേരെ അയച്ചിരിക്കുകയാണ് ഐശ്വര്യ. അവർ രണ്ടുപേരും ശ്യാമ എവിടെയാണ് എന്ന് മനസ്സിലാക്കി ശ്യാമയുടെ പിന്നാലെ വന്നിരിക്കുകയാണ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ. ഇതറിയാതെ ശ്യാമയും അശ്വതിയും കൂടി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുക്കാനാണ് ഇപ്പോൾ അശ്വതി ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവരുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ശ്യാമയെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താൻ. അതിൽ ഒരാളെ ശ്യാമയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് മറ്റൊരാൾ അല്പം മാറി നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. ആദ്യം ശ്യാമയെ ഒന്ന് തട്ടിയിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി. ശ്യാമ അത് ശ്രദ്ധിച്ചു. അയാൾ അതുപോലെ തന്നെ തിരികെ വന്നിട്ട് ശ്യാമയുടെ തോളിൽ കൈവച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്താ, ഇയാൾ ആരാ, കൈ എടുക്കടോ എന്നൊക്കെ ദേഷ്യത്തോടെ ശ്യാമ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ അശ്വതിയും പറയുന്നു, എടോ കൈ എടുക്കടോ എന്നൊക്കെ. എന്നാൽ അയാൾ കൈ എടുക്കുന്നില്ല. എടോ, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, കൈ എടുക്കടോ എന്ന് പറഞ്ഞിട്ട് ശ്യാമ അയാളുടെ കരണത്തടിച്ചിട്ട് കോളറിലേക്ക് പിടിച്ച് ദേഷ്യത്തോടെ പറയുന്നു, എന്താ തനിക്ക് വേണ്ടത്, സ്ത്രീകളോട് അനാവശ്യം കാണിച്ചാൽ ഇങ്ങനെയിരിക്കും. പക്ഷേ ശ്യാമ അടിക്കുമെന്ന് മറ്റേ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന അയാളും വിചാരിച്ചില്ല. പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്യുകയാണ് അയാൾ. എന്താ പ്രശ്നം എന്ന് ചോദിച്ച് കടയുടെ ഉടമ അവിടേക്ക് വന്നു. ചേട്ടാ, ഇയാൾ എന്ന് ശ്യാമ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അയാൾ കൈവെടിച്ച് രണ്ടുപേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവിടുത്തെ മറ്റൊരു സ്റ്റാഫും അവിടേക്ക് വന്നിട്ട് ഇവന്മാരെ രണ്ടുപേരെയും കൂടി രണ്ടുപേരായിട്ട് പിടിച്ചു നിർത്തുന്നുണ്ട്. സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് കടയുടെ ഉടമ പറയുന്നു. ആ സ്റ്റാഫ് പറയുന്നു, സാറേ പെട്ടെന്ന് പോലീസിനെ വിളിക്കേ. അങ്ങനെ രണ്ടുപേരും പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരാൾ പോലീസിനെയും വിളിക്കുന്നു. ഉടൻ തന്നെ അവിടെ പോലീസ് എത്തുകയും ഇവരെ പോലീസിന് പിടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കടയുടമ ശ്യാമയും അശ്വതിയും കടയുടെ അകത്ത് തന്നെ നിൽക്കുന്നു. ആരെയാണ് ഇവർ ശല്യം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ആ മേഡത്തെയാണെന്ന് കടയുടമ പറയുന്നുണ്ട്. അശ്വതിയും ശ്യാമയും അവിടേക്ക് വന്നപ്പോൾ ജയേഷാണ് അവിടെ ഇരിക്കുന്നത്. രണ്ടുപേരെയും പോലീസ് ജീപ്പിലേക്ക് കയറ്റിയിരിക്കുന്നു. പക്ഷേ ജയേഷാണെന്ന് ശ്യാമ കണ്ടില്ല. ബാക്ക് ഭാഗത്താണ് അവർ നിൽക്കുന്നത്. കോൺസ്റ്റബിൾ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറ്, നിങ്ങളും കൂടി കൂടെ വരണമെന്നും കോൺസ്റ്റബിൾ ആവശ്യപ്പെടുന്നുണ്ട് ശ്യാമയോട്. അത് വേണം, രണ്ടാളും വണ്ടിയിൽ കയറണം എന്നൊക്കെ വനിതാ പോലീസും പറയുന്നുണ്ട്. ശ്യാമ, ഞാൻ കൂടി വന്നാൽ അത് പ്രശ്നമാകുമെന്ന് അശ്വതി പറയുന്നുണ്ട്. സമയം കളയാതെ വണ്ടിയിലേക്ക് കയറുമെന്ന് അവർ പറഞ്ഞ് ഡോറ് തുറന്നു കൊടുക്കുന്നു. അങ്ങനെ അശ്വതിയും കൂട്ടി ശ്യാമ ജീപ്പിലേക്ക് കയറി. ഇതൊന്നും ജയേഷ് കാണുന്നില്ലായിരുന്നോ? ജയേഷ് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് ഇവരെ കാണാൻ പറ്റിയില്ല. ജയേഷിനെ കണ്ട ശ്യാമയും അശ്വതിയും ഞെട്ടലോടെ ഇരിക്കുന്നു. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. രണ്ടുപേരും ഉള്ളിൽ നിൽക്കുകയാണ് പോലീസ് സ്റ്റേഷന്റെ. ജയേഷ് അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. ശ്യാമയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് അശ്വതി. അതും ശ്രദ്ധിക്കുകയാണ് ജയേഷ്. നീ സ്ത്രീകളെ ശല്യം ചെയ്യും, ആ രംഗം നീ മൊബൈലിൽ വീഡിയോ എടുക്കും, പറയടാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഒരുപാട് തല്ലുകയാണ് ജയേഷ്. അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ജയേഷ് ആ വീഡിയോ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, വെറുതെയല്ല, സെലിബ്രിറ്റിയാണ്, അതുകൊണ്ടാണ്. നീ ഏതാണ് എന്ന് അശ്വതിയോട് ചോദിക്കുകയാണ് ജയേഷ്. എൻ്റെ ഫ്രണ്ടാണെന്ന് ശ്യാമ പറയുന്നു. ഫ്രണ്ട്? ശ്യാമയുടെ ഫ്രണ്ട്? സാർ, ഞങ്ങൾ ടെക്സ്റ്റൈൽസിലെ പർച്ചേസിന് വന്നതാണ്, അപ്പോഴാണ് ഇവർ ഞങ്ങളെ വീഡിയോ എടുത്തത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു, നീയല്ല, ഇവള് കാര്യങ്ങൾ പറയട്ടെ എന്ന്. ഇതാരാണെന്ന് വീണ്ടും ജയേഷ് അവരോട് ചോദിക്കുന്നുണ്ട്. ഇത് ശ്യാമ, എൻ്റെ ഫ്രണ്ടാണെന്ന് അശ്വതി പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമ നിന്റെ ഫ്രണ്ട്, നീ ശ്യാമയുടെ ഫ്രണ്ട് അല്ലേ എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, സാർ ഞങ്ങൾക്ക് പരാതിയില്ലേ, പിന്നെ പോലീസിനെ ബുദ്ധിമുട്ടിച്ചത് എന്തിനാണെന്ന് ജയേഷ് ചോദിക്കുന്നു. അത് ടെക്സ്റ്റൈൽസിലെ മാനേജറാണ് വിളിച്ചത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു, ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ പോലീസിനെ വിളിക്കും, അത് തെറ്റാണോ? അല്ല, അത് തെറ്റല്ലെന്ന് ശ്യാമ പറയുമ്പോൾ ആ രണ്ടുപേരിൽ ഒരാൾ പറയുന്നു, സാറേ ഞങ്ങൾ ഇവരോട് മാപ്പ് ചോദിക്കാം, ഞങ്ങളെ വെറുതെ വിടണം സാറേ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, പ്ലീസ് പെങ്ങളെ ക്ഷമിക്കണം, സാറിന്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കാം, പെങ്ങളെ പൊറുക്കണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. സാർ, ഞങ്ങൾക്ക് എന്തായാലും പരാതിയില്ല എന്നും ശ്യാമ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താടാ, വീഡിയോ ഡിലീറ്റ് ചെയ്യടാ എന്ന് ജയേഷ് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. അങ്ങനെ അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മേലാൽ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് ജയേഷ് അവരോട് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നമുക്ക് പോകാം ശ്യാമേ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊക്കോട്ടെ സാറേ എന്ന് ശ്യാമ ചോദിക്കുകയാണ് ജയേഷിനോട്. പൊക്കോളാൻ ആദ്യം ജയേഷ് കൈ കാണിക്കുന്നു. അങ്ങനെ ധൃതിയോടെ അവർ പോകാൻ തുടങ്ങിയപ്പോൾ ജയേഷ് പിന്നിൽ നിന്നും വിളിക്കുന്നുണ്ട്, ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ്. രണ്ടുപേരും ടെൻഷനോടെ നിൽക്കുന്നു. ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ജയേഷ് ഓർക്കുന്നു. ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു, ഇല്ല സാർ, ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല.
നിന്റെ പേരെന്താ എന്ന് വീണ്ടും ജയേഷ് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പേര് പറയാൻ ഇങ്ങനെ ഒരു പരുങ്ങലോടെ നിന്നപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നു, സ്കൂൾ ജംഗ്ഷനിൽ ആക്സിഡന്റ്, അവിടെ ഒരു കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചു. തൽക്കാലം ഒരു ആശ്വാസത്തോടെ നിൽക്കുകയാണ് ശ്യാമ. ഈ സമയം ഐശ്വര്യ അവരോട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നതൊക്കെ അരുൺ കേൾക്കുന്നുണ്ടായിരുന്നു. അരുൺ അടുത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് വിഷയം മാറ്റി സംസാരിക്കുകയാണ് ഐശ്വര്യ. ഓരോരോ ബിസിനസ് കാര്യമേ, എന്ത് ചെയ്യാനാ, തിരക്ക്. ശരി, അച്ഛനും അമ്മയും സ്വന്തം മക്കളെ പോലെ നടത്തിയ ബിസിനസ് പൊളിക്കാൻ ഇതുപോലെ കുറെ ഫോൺ വിളി വേണ്ടി വരും. സ്പൈസസ് സപ്ലൈ ചെയ്യുന്ന ആ സഹകരണ സംഘത്തിലേക്ക് വിളിച്ചതായിരിക്കും. ലക്ഷക്കണക്കിന് രൂപയല്ലേ അവിടെ അടയ്ക്കാതെ നീ മുക്കിയിരിക്കുന്നത്? അതെ, നിന്റെ അച്ഛനും അമ്മയ്ക്കും ലക്ഷങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? അങ്ങനെ അല്ലാതെ ഇങ്ങനെ ലക്ഷങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തണമായിരുന്നോ എന്നും അരുൺ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു, എൻ്റെ അച്ഛനും അമ്മയ്ക്കുവേ നിങ്ങളുടെ വീട്ടുകാരുടെ ഔദാര്യമൊന്നും വേണ്ട. നിങ്ങളുടെ രൂപ മോഷ്ടിച്ച് അവർക്ക് കൊടുക്കാനല്ല എന്നെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്. എന്നാൽ സഹകരണ സംഘത്തിലേക്ക് അടയ്ക്കാനുള്ള ആ ലക്ഷക്കണക്കിന് രൂപ എവിടെ പോയി? അത് കുറെ മുമ്പേ മറന്നുപോയ കാര്യമാണ്. എല്ലാവരും അത് മറന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അരുൺ അത് കുത്തിപ്പൊക്കണ്ട. ഞാൻ പറയും, എനിക്കത് അറിയണം. എടി, സത്യം പറഞ്ഞു, ആ ലക്ഷങ്ങൾ എടുത്ത് നീ എന്ത് ചെയ്തു എന്ന് എനിക്ക് അറിയണം എന്നൊക്കെ അരുൺ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, ഞാൻ മാത്രം പറഞ്ഞാൽ മതിയോ സത്യം? അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അരുണും സത്യം പറയേണ്ടി വരും. ഐശ്വര്യ, ഞാൻ കമ്പനിക്കാരുമാണ് പറയുന്നത്. നമ്മുടെ കുടുംബത്തെ ആകെ ബാധിക്കുന്ന കാര്യം. ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നീ ഇങ്ങനെ ഉരുണ്ട് കളിക്കരുത്. ബിസിനസ് ആകുമ്പോൾ ഇങ്ങനെയാണ്, ലാഭവും നഷ്ടവും മാറി മാറി വരും എന്നൊക്കെ ഐശ്വര്യ ദേഷ്യത്തോട് തന്നെ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു, എൻ്റെ ഭാര്യയാണ് എന്നുള്ള ഒറ്റ പരിഗണന കൊണ്ടാണ് ആദ്യേട്ടനും അച്ഛനും ഒക്കെ നിന്നോട് വളരെ ദേഷ്യത്തോടെ സംസാരിക്കാത്തതും ഇതിനെക്കുറിച്ച് ചോദിക്കാത്തതും. പക്ഷെ അതിൻ്റെ നാണക്കേട് എനിക്കും കൂടിയാണ്. ഇനിയെങ്കിലും നീ സത്യം പറ, ആ ലക്ഷങ്ങൾ എടുത്ത് നീ ആർക്കാ കൊടുത്തത്? എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ ഐശ്വര്യ കിടക്കാൻ പോകുമ്പോൾ ഐശ്വര്യയെ വീണ്ടും പിടിച്ചു നിർത്തുകയാണ് അരുൺ അവിടെ. സത്യം പറയാതെ നിന്നെ ഞാൻ വിടില്ലടി, പറയടി, പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ ഐശ്വര്യയുടെ കയ്യിൽ പിടിച്ചിങ്ങനെ മുറുകെ പിടിച്ചിട്ട് അടിക്കാൻ തുടങ്ങുകയാണ് അരുൺ. ആ സമയത്ത് അങ്കിൾ എന്ന് വിളിച്ച് ശ്രീകുട്ടി അവിടെ എത്തി. പെട്ടെന്ന് ശ്രീകുട്ടിയെ നോക്കുകയാണ് അരുൺ. എന്നാൽ ശ്രീകുട്ടി അവിടേക്ക് വന്നത് ഐശ്വര്യക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താടി നിനക്ക് ഈ ബെഡ്റൂമിൽ കാര്യം? എടി, ഇറങ്ങിപ്പോവാനല്ലേ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ പറയുകയാണ് ഐശ്വര്യ. അരുൺ ഐശ്വര്യയെ തടയുന്നു. ശ്രീകുട്ടി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അരുൺ. ഇത് കണ്ടിട്ട് ഐശ്വര്യ പറയുന്നു, ഒരു മോളും ഒരു അങ്കിളും എല്ലാം കൂടി എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ, നിന്റെ ഭ്രാന്ത് ഞാനിന്ന് ശരിയാക്കി തരുന്നുണ്ട്. പറയടി, നീ ആ ക്യാഷ് എടുത്ത് എന്താ ചെയ്തത് എന്ന് വീണ്ടും ദേഷ്യത്തോട് ചോദിക്കുകയാണ് അരുൺ. ആ സമയത്താണ് അഭിരാമി, അതായത് അശ്വതി, അരുണിനെ വിളിക്കുന്നത്. പെട്ടെന്ന് ഐശ്വര്യ തള്ളി മാറ്റിയിട്ട് അരുൺ അവിടെ നിന്ന് ഫോണുമായി പോകുന്നു. അല്പം മാറി നിന്ന് അശ്വതിയോട് സംസാരിക്കുകയാണ് അരുൺ. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാണ്, നാളെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരു പരുങ്ങലോടെ ചോദിക്കുകയാണ് അശ്വതി. ഓർമ്മയുണ്ട് എന്നൊരു പുഞ്ചിരിയോടെ അരുണും പറയുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്നും അരുൺ നോക്കുന്നുണ്ട്. ഞാൻ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ ദൈവം സാക്ഷിയായി ഞാൻ താലി ചാർത്തിയ ദിവസമാണ് നാളെ. അതെ, വിവാഹ വാർഷികമാണ് നാളെ എന്നും അരുൺ പറയുന്നു. ഇത് കേട്ട് അശ്വതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അപ്പോൾ ആ ദിവസം അരുൺ മറന്നില്ല. എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അശ്വതിയുടെ കയ്യിൽ അരുണിന് ഗിഫ്റ്റായി കൊടുക്കാനുള്ള മുണ്ടും ഷർട്ടുമുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല ബി, എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഞാനൊന്നും മറക്കില്ല. മറക്കാനോ? ആ ദിവസമോ? ആ കോളേജിൽ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ആ ദിവസം, അന്നത്തെ ആ സംഭവം ഓർമ്മയുണ്ടോ എന്നൊക്കെ അരുൺ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. എന്തായാലും ശ്രീകുട്ടിയുമായി ഞാൻ അവിടെ ഉണ്ടാകും നാളെ. നമ്മുടെ വിവാഹ വാർഷികം നമുക്ക് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാമെന്നും അരുൺ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു, അത് ഞാൻ അരുണിനെ ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റോ? അതെന്താ പറയി കേൾക്കട്ടെ എന്നൊക്കെ അരുൺ പറയുന്നു. ഈ സമയം ഐശ്വര്യ അവിടേക്ക് വന്നിട്ട് അരുണിൻ്റെ സംസാരം കേൾക്കുന്നു. അബി, പറയാബി, എന്ത് ഗിഫ്റ്റാ? ഈ പെണ്ണുങ്ങളുടെയൊക്കെ ഒരു കാര്യം, എന്ത് കാര്യത്തിനും ഗിഫ്റ്റ് ഒരു സർപ്രൈസ് ഇടും എന്നൊക്കെ അരുൺ പറയുന്നു. ഇതെല്ലാം ഐശ്വര്യ കേൾക്കുന്നുണ്ട്. ഏതായാലും അത്രയും പറഞ്ഞ് അരുൺ തിരിഞ്ഞു നോക്കിയപ്പോൾ ഐശ്വര്യ അവിടെ നിൽക്കുന്നത് കാണുന്നു. ഞാൻ പിന്നെ വിളിക്കാം ശരി എന്ന് പറഞ്ഞ് അരുൺ ഫോൺ കട്ട് ചെയ്തു. ഐശ്വര്യ ദേഷ്യത്തോടെ അരുണിൻ്റെ അടുത്തേക്ക് വന്നു. അരുൺ, നിൽക്കവിടെ. ഈ രാത്രി വിളിച്ച ആ പെൺകുട്ടി ഏതാണെന്നാ ചോദിച്ചത് എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ, പെണ്ണോ? ഏത് പെണ്ണെ? നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യയുടെ കണ്ണ് വെടിച്ച് അവിടെ നിന്നും പോവുകയാണ് അരുൺ. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അച്ഛനും അമ്മയും കാണട്ടെ, ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട്. തുടർന്ന് ശ്രീകുട്ടിയുടെ കാര്യങ്ങൾ ചെന്ന് പറയുകയാണ് അരുൺ. അരുണങ്ങൾ പറഞ്ഞത് സത്യമാണോ? നാളെ നമ്മൾ രണ്ടുപേരും എൻ്റെ അമ്മയെടുത്ത് പോവുകയാണോ എന്നൊക്കെ സന്തോഷത്തോടെ ശ്രീകുട്ടി ചോദിക്കുന്നു. അവർ രണ്ടും സന്തോഷത്തോടെ നിൽക്കുന്നു. ഇതേ സമയം അരുണിന് വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ എടുത്ത് വളരെ സന്തോഷത്തോടെ അരുൺ അതിട്ട് വരുന്നതായിട്ടൊക്കെ ഓർക്കുകയാണ് അശ്വതി. ശേഷം കാണിക്കുന്നത് രാവിലെ എല്ലാവരും സംസാരിക്കുന്നത് കമ്പനിയുടെ കാര്യം തന്നെ. വസുന്ധരയും വർമ്മയും ആദിയും ഉണ്ട് അവിടെ. അമൃതയും കൂടെയുണ്ട്. അവർ കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ഒടുവിൽ കുറേ ബാങ്കുകൾ ജപ്തി ചെയ്ത മെഷീനറീസ് ലേലത്തിൽ പോകുന്നുണ്ട്.
അത് നമുക്ക് കുറഞ്ഞ വിലയിൽ ലേലത്തിൽ പിടിക്കാം എന്നൊക്കെ വർമ്മ പറയുന്നുണ്ട്. ഇനി അവസാനമായിട്ടുള്ളൊരു ചോയ്സാണത്. ശരിയാണ്, അപ്പോൾ പുതിയ മെഷീനറീസ് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കോടികൾ നമുക്ക് ലാഭിക്കാമെന്ന് വസുന്ധരയും പറയുന്നു. അങ്ങനെ അവർ അതിനെപ്പറ്റി സംസാരിച്ച് നിന്നപ്പോഴാണ് ദേഷ്യത്തോടെ അവിടേക്ക് ഐശ്വര്യ ഇറങ്ങി വരുന്നത്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.